രാജേഷ് കോൺക്ലേവിന്റെ സമാപനത്തിന് ഇന്നലെ നടത്തിയ പ്രസംഗം അത് വിവാദമായിരിക്കുകയാണ്. ദളിത് സിനിമാ പ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായാണ് അതിനെ വിലയിരുത്തുന്നത്. അതിപ്പം നമ്മളൊന്നും മിണ്ടാതിരിക്കുക നല്ലത്. കാരണം മിണ്ടിയാൽ അതിന് ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് റെക്കോർഡിലുണ്ട്, നിങ്ങളുടെ എല്ലാം ക്യാമറകളിൽ അത് എടുത്തിട്ടുണ്ടല്ലേ? അതിലെവിടെങ്കിലും ഏതെങ്കിലും സമയത്ത് ഞാൻ ദളിതിനെയോ സ്ത്രീകളെയോ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അങ്ങോട്ട് ഞാൻ പരമാവധി ക്ഷമാപണം ചെയ്യാം. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു വാക്കിലെങ്കിലും ഈ രണ്ടു കൂട്ടരെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ക്ഷമാപണം ചെയ്യാം. അല്ല, നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻസ് ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് എന്തും ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇത് അവർക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും ആൾക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പം ട്രെയിനിങ്ങിന് ഒരു അറിവുകേട് കൊണ്ടാണ് അതിനെതിരെ പറയുന്നത്. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ് കൊണ്ട് തന്നെ പഠിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും. കാരണം ലോകത്ത് ദിവസം കഴിയുന്തോറും ഓരോ പുതിയ കാര്യങ്ങൾ സിനിമയുടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ടെക്നോളജിയിൽ, അതിന്റെ സൗന്ദര്യശാസ്ത്രത്തിൽ ഒക്കെ ഓരോ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ, യാതൊരു മുൻപരിചയവും ഇല്ലാതെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത് ഈ ഗവൺമെന്റിന്റെ പടം എടുക്കാനുള്ള ധനസഹായം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു കുറഞ്ഞതൊരു 3 മാസത്തെ ഓറിയന്റേഷൻ കൊടുക്കണം. കാരണം നമ്മൾ കവിത എഴുതുന്നു, കഥ എഴുതുന്നു, അതിനൊക്കെ അക്ഷരജ്ഞാനം വേണ്ടേ? അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വേറൊരു ഭാഷയാണ് സിനിമയുടെ ഭാഷ. നമുക്കെല്ലാവരും വിചാരിക്കുന്ന കുറെ നടന്മാർ വന്ന് അഭിനയിച്ചു കഴിയുമ്പോൾ സിനിമയാവുന്നു. അങ്ങനെ ആവത്തില്ല.